ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാ? ജിഷ. ജിഷ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സജി. എവിടെയാ വീട്? ഞങ്ങൾ തൊടുപുഴ. തൊടുപുഴ. തൊടുപുഴയിൽ എവിടെയായിട്ടാ? തൊടുപുഴ മണക്കാട് വഴി അരിക്കുഴ എന്ന് പറയും. ആ. എന്ത് ചെയ്യുന്നു? ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. ജിഷ ചേച്ചി ടൈലറാണല്ലേ? ടൈലർ. ആ. അപ്പോൾ ഈ തയ്ക്കുമ്പോഴൊക്കെ പൊടിയുടെ ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു അല്ലേ? കോട്ടൺ ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിട്ടായിരുന്നു ആദ്യമേ കണ്ടത്? എനിക്ക് തുമ്മലുണ്ടായിരുന്നു, നിർത്താതെ തുമ്മുമായിരുന്നു. ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിലായിരുന്നു തുമ്മല്. പിന്നെ സൗണ്ട് ഇതായി, പിന്നെ ശ്വാസം മുട്ടൽ. ഇൻഹീലറൊക്കെ 5-6 പ്രാവശ്യം എടുത്തോണ്ടിരുന്നു ഒരു ദിവസം. ഇപ്പൊ മാറ്റമുണ്ട്. ഇപ്പൊ ഇത് മെഡിസിൻ കഴിച്ചോടുകൂടി ബോഡി പെയിൻ വരെ ആയിരുന്നു. തുമ്മൽ കൊണ്ട് ശക്തമായ തുമ്മലായിരുന്നു. തുമ്മുമ്പോ ശ്വാസം മുട്ടും, രാത്രിക്ക് ഉറക്കമില്ലായിരുന്നു. വീസിങ്, വലിവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എടുത്തിട്ട് വലിക്കും. നമ്മൾ അധികം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കുറെ കാലമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അല്ലേ? പിന്നെ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിന് തൈറോക്സിൻ 50 മൈക്രോഗ്രാമിന്റെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം അലർജിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. ഈവൻ തൈറോയിഡിൻ്റെ ഇൻഫ്ലമേഷൻ പോലും നമുക്ക് അലർജി, നമ്മുടെ ഫുഡിലുണ്ടാകുന്ന അപാകതകൾ ഒരു കാരണമാണ്. പലതരത്തിലുള്ള ഫുഡ്, ഗ്ലൂട്ടൻ അലർജി കൊണ്ട്, മിൽക്ക് അലർജി കൊണ്ട്, പിന്നെ പലതരത്തിലുള്ള പൊടി, ഫംഗസ്, ഇങ്ങനെയുള്ള അലർജികളും ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ പോലും കൂടുതലായിട്ടുണ്ടാക്കും. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്തത് എന്തായിരുന്നു? നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അതിൽ കണ്ടെത്തിയത് കൃത്യമായിരുന്നോ? അതെനിക്ക് പൊതുവേ ഉണ്ടായിരുന്നു. പുക അലർജി, അങ്ങനെ പുകവലിക്കുന്നവരുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഒരു യാത്രയും ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ അങ്ങനെ മണം അങ്ങനെ അടിക്കത്തില്ലായിരുന്നു. വീടിനകത്താണെങ്കിലും പൊടി അടിച്ചു വരാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിൽ നമ്മൾ പുകയുടെ തന്നെ അലർജി നോക്കിയായിരുന്നു അല്ലേ? പുകയില പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. ജിഷയുടെ നമ്പറാണോ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ചേട്ടൻ നമ്പറാണോ? ആരെങ്കിലും ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലേ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? 9656449004. അതിങ്ങനെയുള്ള അസുഖങ്ങളായിട്ട് ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ടാവും. നമ്മൾ അലർജി ടെസ്റ്റിൽ ഈ നമ്പറിൽ വിളിച്ചാൽ അലർജി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും റിയാക്ഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനകത്ത് തന്നെ ഈ പുകയിലയുടെ അലർജിയും, അതേപോലെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, പൊടിയുടെ അലർജി തന്നെ നമ്മളൊരു 5-6 ടൈപ്പ് തരത്തിലുള്ള പൊടിയുണ്ട്. ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സംഗതിയാണ് കോട്ടൺ ഡസ്റ്റ്, പരുത്തിപ്പൊടി. പ്രത്യേകിച്ചും ഒരു തയ്യൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പരുത്തിപ്പൊടി അലർജി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ജോലി ചെയ്യാൻ തന്നെ അതൊരു ബുദ്ധിമുട്ടായി ഉണ്ടാക്കും. എന്തായാലും പരുത്തിപ്പൊടി ഭാഗ്യവശാൽ വലിയ അലർജി ഇല്ലായിരുന്നു. അതേപോലെ പലതരത്തിലുള്ള ഫംഗസും ഒക്കെ ഇതിനകത്ത് അലർജിക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ തുള്ളി മരുന്നായിട്ട് നമ്മൾ നാവിനടിയിൽ ഇറ്റിക്കുന്ന സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പിയാണ് നമ്മൾ ജിഷേച്ചിക്ക് തന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ നമ്മൾ പ്രത്യേകമായിട്ടുണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരേ മരുന്നല്ല കൊടുക്കുക. അപ്പോൾ ജിഷു ചേച്ചിയുടെ പേരിൽ തന്നെ നമ്മളുണ്ടാക്കി വരുന്ന പ്രൈമറി ഡോസാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് ഇത്രയും ഒരു ചെറിയ ബോക്സിലായിരിക്കും അത് തരിക. അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതെല്ലാം ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതുവഴി തന്നെ നമുക്ക് ഈ അലർജിയെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ, തുടച്ചു നീക്കാനായിട്ട് പറ്റും എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇതിനോടകം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശശിക്കൊരു എത്ര % കുറവ് പറയാൻ പറ്റും? അങ്ങനെ അല്ല, ശരിക്കും തന്നെ മാറ്റമുണ്ട്. പൂർണ്ണമായിട്ടായിട്ടില്ല എന്നുള്ളൂ, നല്ലൊരു 75% മാറ്റമുണ്ട്. ശരിക്കും ഉറങ്ങാൻ കഴിയണ തന്നെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ട് കുറേ നാളുകളായിരുന്നു. രാത്രി 2-3 ട്രിപ്പൊക്കെ എഴുന്നേറ്റ് ഇത് വലിച്ചൊക്കെ കിടന്നുകൊണ്ടിരുന്നു. പിന്നെ ചൂടുവെള്ളം കുടിച്ച്. നമുക്ക് ഈ ഇൻഹേലറിനെ തന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റാം. മെഡിസിൻ ഞാൻ പോണ വഴിയൊക്കെ ഇത് കൊണ്ട് നടക്കുമായിരുന്നു നേരത്തെ. ഇൻഹേലർ പേടിയായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എപ്പോഴാന്ന് അറിയില്ലാത്തോണ്ട് അങ്ങനെ ഒരു ഡെയിലി 5-6 ട്രിപ്പൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഇൻഹേലർ എടുത്തോണ്ട്. പിന്നെ ഇതിന് 2 ഇഞ്ചക്ഷനും കൂടി തന്നിരുന്നു. 1 വർഷത്തേക്കും 5 വർഷത്തേക്കുമുള്ള 2 ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ശ്വാസമുട്ടൽ, അലർജി പ്രശ്നങ്ങളൊക്കെ കൂടുതലായി പോകാതിരിക്കാനും ഈ ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ ആയി പോകാതിരിക്കാനുമുള്ള ഇഞ്ചക്ഷൻസ് അതെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിംറ്റംസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒരുപാട് തടയാനായിട്ട് പറ്റും.
എന്തായിരുന്നാലും ഒത്തിരി സന്തോഷം. എൻ്റെ അമ്മ വീട് തൊടുപുഴയാണ്. അതുകൊണ്ട് തന്നെ അമ്മ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ എന്തായാലും അലർജി പൂർണ്ണമായിട്ടും മാറട്ടെ. ഒത്തിരി സന്തോഷം. ആൾക്കാർക്ക് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ജിഷേജിക്ക് എന്തായാലും വർക്ക് ചെയ്യാനും ഇപ്പൊ പറ്റുന്നുണ്ടല്ലോ അല്ലേ? തയ്ക്കാനും കുഴപ്പമില്ലല്ലോ. ഓക്കെ. അല്ലെങ്കിൽ ടെൻഷനായിരുന്നു. ഈ വീട് പോലും വൃത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പൊടി അടിക്കാൻ. പിന്നെ കിച്ചണിലാണെങ്കിലും നമ്മൾ കറിക്ക് പൊടി എടുക്കാൻ പോലും പറ്റില്ലായിരുന്നു. മുളക് പൊടി അങ്ങനെയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഒത്തിരി സന്തോഷം. ഇൻഹേലർ മരുന്ന് നമുക്ക് പതുക്കെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തന്നെ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു സജി ചേട്ടാ.